പക്ഷേ ഇപ്പോൾ ചാനലുകൾക്കും OTT കമ്പനികൾക്കും ദിലീപ് ചിത്രങ്ങൾ വേണ്ട എന്നതാണ് ദയനീയമായ ഒരു മറുവശം. ആ സമയത്ത് ഗുരുവിന്റെ കുടുംബക്ഷേമം അന്വേഷിക്കാൻ ശിഷ്യൻ ജയറാമിന്റെ ഭാര്യ പാർവതിയെ വിളിച്ചപ്പോൾ ജയറാമിനോട് നല്ല നല്ല ഇംഗ്ലീഷ് ചിത്രങ്ങൾ കണ്ട് സ്റ്റാർഡം നിലനിർത്താൻ ശിഷ്യൻ നിർദ്ദേശിച്ചു. ഗുരുവാണെങ്കിലും ശിഷ്യനായ ദിലീപിന്റെ വളർച്ചയിൽ അക്കാലത്ത് ജയറാം ഒന്ന് പതറിയിരുന്നു. നമസ്കാരം, എല്ലാവർക്കും ഗ്രാഫ് ചേഞ്ചർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. സിനിമയിൽ വരുന്നതിന് മുൻപ് മിമിക്രി രംഗത്തുള്ളപ്പോൾ തന്നെ ദിലീപ് തന്റെ ശിഷ്യനായിരുന്നു എന്ന് ജയറാം അവകാശപ്പെടുന്നു. കലാഭവനിൽ താൻ തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ ഒരു ചാൻസ് ചോദിച്ച് തന്റെ പിറകെ കൂടിയത്. ഒരിക്കൽ കലാഭവന്റെ പ്രോഗ്രാമിനുള്ള തയ്യാറെടുപ്പിനിടയിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ എറണാകുളം നോർത്തിലുള്ള എലൈറ്റ് ഹോട്ടലിൽ പോയി തിരിച്ചു വരുന്ന വഴിയിൽ പതിവ് പോലെ ചാൻസ് ചോദിച്ച് ദിലീപ് തന്റെ പുറകെ കൂടി. പെട്ടെന്നൊരു ഐറ്റം കാണിക്കാൻ ദിലീപിനോട് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ ലാലു അലക്സിനെ അനുകരിച്ചുള്ള ഒരു ഐറ്റം കാണിച്ചു തന്നു. ആ സ്പോട്ടിൽ തന്നെ ശിഷ്യനായി ദിലീപിനെ കൂടെ കൂട്ടി. പല വേദികളിലും ജയറാം തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. പിന്നീട് ജയറാം സിനിമാ രംഗത്ത് കാലുറപ്പിച്ചപ്പോൾ മിമിക്രി രംഗത്തുണ്ടായിരുന്ന തന്റെ പ്രിയ ശിഷ്യനെ മറന്നില്ല. താൻ അഭിനയിച്ചിരുന്ന ആദ്യകാല പടങ്ങളിൽ ചെറിയ വേഷങ്ങളിലെങ്കിലും അദ്ദേഹം ദിലീപിന് വേണ്ടി ശുപാർശ ചെയ്തിരുന്നു. സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ, ഒരു കൈക്കുടന്ന നിലാവ്, തൂവൽ കൊട്ടാരം എന്നീ ജയറാം ചിത്രങ്ങൾ അതിനുദാഹരണമാണ്. ശാരീരിക പരിമിതികൾ ഉണ്ടായിട്ടും തന്റേതായ കഠിനാധ്വാനത്തിലൂടെ ദിലീപ് നായക സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമ്പോഴും ഒരു സോളോ ഹീറോ എന്ന നിലയിൽ ജയറാമും ആ സ്ഥാനത്തുണ്ടായിരുന്നു. 1996 പുറത്തിറങ്ങിയ സല്ലാപം എന്ന ചിത്രത്തിൽ നായകനായ ദിലീപ് ആണെങ്കിലും വിജയത്തിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോയത് അതിൽ പുതുമുഖമായി എത്തിയ മഞ്ജു വാര്യരായിരുന്നു. അതിനുശേഷം റിലീസായ കമലിന്റെ ഈ പുഴയും കടന്നെന്ന ചിത്രവും മഞ്ജു വാര്യരുടെ പേരിലാണ് മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. 1998 റിലീസായ പഞ്ചാബി ഹൗസ് എന്ന ചിത്രമാണ് നായക സ്ഥാനത്ത് ദിലീപിന് ആശ്വാസമായത്. പക്ഷെ പ്രശ്നം, ചിത്രം റിലീസാവുന്നതിന് മുൻപ് ഇതുവരെയുള്ള ഗ്രാഫ് താഴെ ആയതിനാൽ നായക പ്രാധാന്യം നൽകുന്ന പോസ്റ്ററുകൾ നൽകരുതെന്നായിരുന്നു നിർമ്മാതാവിന്റെ നിർദ്ദേശം. ചിത്രത്തിലെ ഓരോ രംഗങ്ങളിലും നായകനായ ദിലീപിനേക്കാൾ സ്കോർ ചെയ്തിരുന്നത് കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ എന്നീ നടന്മാരുടെ കോമ്പിനേഷൻ സീനുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നായകൻ എന്ന പ്രാധാന്യം ദിലീപിന് നൽകാതെ സഹനടന്മാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ പരസ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നത്. പഞ്ചാബി ഹൗസിന്റെ പോസ്റ്റർ ഡിസൈനറായ ഗായത്രി അശോകനെ നേരിൽ കണ്ട് നായകനായ തനിക്ക് പരസ്യങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം പരാതിപ്പെട്ടിരുന്നു. എന്നാൽ നിർമ്മാതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു കാര്യം താൻ ചെയ്തതെന്ന് ഗായത്രി അശോക് അന്ന് തുറന്നു പറഞ്ഞിരുന്നു. 2001 റിലീസായ പറക്കും തളിക എന്ന ചിത്രമായിരുന്നു ദിലീപിനെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ആദ്യ ചിത്രം. പുറകെ ഇറങ്ങിയ കുബേരൻ മെയിൻ സ്ട്രീമിലെ ദിലീപിനെ താരപദവിയിൽ ഒന്നുകൂടി ഉറപ്പിച്ചു. അവിടുന്ന് അങ്ങോട്ട് ദിലീപ് എന്ന ജനപ്രിയ നായകന്റെ തേരോട്ടമായിരുന്നു. ദിലീപിന്റെ ഡേറ്റ് കിട്ടിയാൽ ഡയറക്ടേഴ്സിന് പിന്നെ പ്രൊഡ്യൂസേഴ്സിനെ തപ്പേണ്ട ആവശ്യമില്ല. പടം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ വിതരണക്കാരും റെഡി. സാറ്റലൈറ്റ് റൈറ്റ്സിന് വേണ്ടി ചാനലുകാർ തമ്മിലും അടിയെ. പക്ഷേ ഇപ്പോൾ ചാനലുകൾക്കും OTT കമ്പനികൾക്കും ദിലീപ് ചിത്രങ്ങൾ വേണ്ട എന്നതാണ് ദയനീയമായ ഒരു മറുവശം. പണ്ട് പ്രിയ നായകനായി ജനങ്ങൾ തലയിലേറ്റി നടന്ന നായക നടനെയാണ് ഇപ്പോൾ ഈ പ്രേക്ഷകർ തന്നെ തറയിലിട്ട് ചവിട്ടുന്നത് എന്നത് ഒരു വിരോധാഭാസം. ദിലീപിന്റെ വളർച്ച പോലെ തന്നെയായിരുന്നു ഗുരുവായ ജയറാമിന്റെ ഒരു കാലത്തെ കരിയർ ഗ്രാഫ്. അപരൻ എന്ന ആദ്യ ചിത്രത്തിലൂടെ നായക സ്ഥാനം ഉറപ്പിച്ചുവെങ്കിലും പിന്നീട് കൂട്ടക്കളികളിൽ പങ്കാളിയായിട്ടാണ് ജയറാം തന്റെ കാര്യങ്ങൾ ഭദ്രമാക്കിയത്. മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതിനാൽ കോമഡി കലർന്ന വേഷങ്ങളായിരുന്നു ഗുരുവും ശിഷ്യനും കൂടുതലും ചെയ്ത് കയ്യടി നേടിയിരുന്നത്. വിജയ് തമ്പി, രാജസേനൻ, സത്യൻ അന്തിക്കാട്, കമൽ എന്നീ സംവിധായകരുടെ സ്ഥിരം നായകനായി ജയറാം മാറി. അതിനോടൊപ്പം തന്നെ പൊന്മുട്ടയിടുന്ന താറാവ്, തലയണ മന്ത്രം, സന്ദേശം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രീനിവാസനുമായുള്ള കോംബോകളിലും അദ്ദേഹം തിളങ്ങി. ഗുരുവാണെങ്കിലും ശിഷ്യനായ ദിലീപിന്റെ വളർച്ചയിൽ അക്കാലത്ത് ജയറാം ഒന്ന് പതറിയിരുന്നു. മീശമാധവൻ, ചാന്തപൊട്ട്, കല്യാണരാമൻ എന്നീ ചിത്രങ്ങളിലൂടെ ശിഷ്യൻ കുതിപ്പ് തുടർന്നപ്പോൾ ജയറാമിന്റെ ഗ്രാഫ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഗുരുവിന്റെ കുടുംബക്ഷേമം അന്വേഷിക്കാൻ ശിഷ്യൻ ജയറാമിന്റെ ഭാര്യ പാർവതിയെ വിളിച്ചപ്പോൾ ഗുരുവിന്റെ തുടർച്ചയായുള്ള പരാജയത്തെ പരാമർശിച്ചുകൊണ്ട് ജയറാമിനോട് നല്ല നല്ല ഇംഗ്ലീഷ് ചിത്രങ്ങൾ കണ്ട് സ്റ്റാർഡം നിലനിർത്താൻ ശിഷ്യൻ നിർദ്ദേശിച്ചു.
ഭാര്യയെ വിളിച്ചു പറഞ്ഞ കാര്യം തന്നെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു ഉപദേശമായിട്ടാണ് ഗുരു വ്യാഖ്യാനിച്ചത്. അക്കാലത്ത് വേണ്ടപ്പെട്ട പല സദസ്സുകളിലും ശിഷ്യൻ തന്നെ ഉപദേശിച്ച കാര്യം തമാശ രൂപേണ പറഞ്ഞു നടന്നിരുന്നു. പരദൂഷകരിൽ നിന്നും അക്കാര്യം അറിഞ്ഞ ശിഷ്യൻ ദിലീപ് അഭിനയത്തിൽ ഔട്ട്ഡേറ്റഡ് ആവാതെ ജയറാം എന്നും അപ്ഡേറ്റഡ് ആയി ഇരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് പറഞ്ഞത് എന്നായിരുന്നു വിശദീകരണം. പക്ഷെ ജയറാമും ഉപജാപക വൃന്ദങ്ങളും അതിന് മറ്റൊരു നിറമാണ് നൽകിയിരുന്നത്. തുടക്കത്തിൽ തന്നെ തമിഴകത്തും വേരുറപ്പിച്ച ജയറാമിന് മലയാളത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ആശ്വാസം എന്നോണം തമിഴിൽ ചില ചിത്രങ്ങൾ കിട്ടിയിരുന്നു. കമലഹാസനൊപ്പം സഹനടനായി അഭിനയിച്ച തെന്നാലി, പഞ്ചതന്ത്രം പോലുള്ള ചിത്രങ്ങൾ കേരളത്തിലും നല്ല കളക്ഷൻസ് നേടി. സരോജ, തുപ്പാക്കി, പൊന്നിയൻ സെൽവൻ എന്നിങ്ങനെ വമ്പൻ ബാനറുകളുടെ ചിത്രങ്ങളിലും ജയറാം അഭിനയിച്ചു. മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ ദിലീപിനെ തേടി തമിഴ് ചിത്രങ്ങൾ ഒത്തിരി വന്നിരുന്നു. അതിൽ തന്നെ ഒന്നായിരുന്നു 2002 പുറത്തിറങ്ങിയ രാജ്യം എന്ന ചിത്രം. വിജയകാന്ത് എന്ന തമിഴ് സൂപ്പർ സ്റ്റാറിന്റെ ഊമയായ അനുജൻ കഥാപാത്രമായിരുന്നു അതിൽ ദിലീപിന്. ദിലീപിന്റെ തമിഴ് ചിത്രത്തിന്റെ വാർത്തയറിഞ്ഞ് ജയറാം തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് ശിഷ്യന്റെ തീരുമാനം തീർത്തും തെറ്റായി പോയി എന്നാണ്. മലയാളത്തിൽ ദിലീപിന്റെ പ്രാധാന്യം അറിഞ്ഞ് കേരളത്തിലും സിനിമ വിൽക്കാനുള്ള കച്ചവട തന്ത്രമായിട്ടാണ് വിജയകാന്ത് ചിത്രത്തിൽ ദിലീപിനെ സഹകരിപ്പിച്ചതെന്നായിരുന്നു ജയറാമിന്റെ പക്ഷം. അത് ഏറെക്കുറെ ശരി തന്നെയായിരുന്നു. ദിലീപിന്റെ ഫാൻസിനെ ലക്ഷ്യമിട്ട് രാജ്യം എന്ന തമിഴ് ചിത്രം കേരളത്തിൽ റിലീസായെങ്കിലും വേണ്ടത്ര സ്വീകരിക്കപ്പെട്ടില്ല. വടിവേലു എന്ന ഹാസ്യ നടനോടൊപ്പം ചേർന്നുള്ള കോമഡി രംഗങ്ങളിൽ ദിലീപിനും വേണ്ടത്ര മികവ് പുലർത്താൻ സാധിച്ചില്ല. അതിനുശേഷം തമിഴ് ഓഫറുകൾ ഒന്നും ദിലീപിനെ തേടി വന്നിട്ടില്ല. പക്ഷേ ഗുരുവിന്റെ സ്ഥിതി അതായിരുന്നില്ല. മരുന്നിനെങ്കിലും ചില തമിഴ് ചിത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം ദിലീപും തന്റെ താരസിംഹാസനം നിലനിർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒപ്പോസിഷനായി ദിലീപ് പടങ്ങൾ ഉണ്ടെങ്കിൽ താരങ്ങൾ തങ്ങളുടെ പടങ്ങൾ റിലീസ് ചെയ്യാൻ പേടിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. സീനിയർ നടനായ ജയറാം എന്ന തന്റെ ഗുരു വാങ്ങിച്ചിരുന്ന പ്രതിഫലത്തിനും എത്രയോ മടങ്ങായിരുന്നു ശിഷ്യനായ ദിലീപ് വാങ്ങിച്ചിരുന്ന പ്രതിഫലം. മമ്മൂട്ടി, മോഹൻലാലിനെ പോലെ ഓവർസീസ് വാല്യുള്ള ചുരുക്കം നടന്മാരിൽ ഒരാളായിരുന്നു അന്ന് ദിലീപ്. സൂപ്പർ താരമായി കിരീടം വെച്ച് വാഴുന്ന സമയത്താണ് തുടരെയുള്ള ദിലീപ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പൊട്ടിത്തകരാൻ തുടങ്ങിയത്. ശൃംഗാരവേലൻ, നാടോടി മന്നൻ, വില്ലാളി വീരൻ, മര്യാദരാമൻ, അവതാരം എന്നിങ്ങനെ തെലുങ്ക് ചിത്രങ്ങളെ പോലെ സ്ഥിരം അച്ചിൽ വാർത്തെടുക്കുന്ന ചിത്രങ്ങൾ ആയിരുന്നു അതൊക്കെ. ദിലീപിന്റെ അനുജൻ അനൂപ് ആയിരുന്നു അന്ന് ദിലീപിന് വേണ്ടി മിക്ക കഥകളും കേട്ടതും ഡേറ്റുകൾ നൽകിയിരുന്നതും. അനുജന്റെ സിനിമാ കാഴ്ചപ്പാടിൽ ദിലീപിന് അന്ന് അത്രയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു. അനൂപ് കഥ കേട്ട് ഗ്രീൻ സിഗ്നൽ കൊടുത്താൽ മാത്രമേ ദിലീപ് അഡ്വാൻസ് കൈപ്പറ്റുകയുള്ളൂ. കോമഡി വേഷങ്ങളിലൂടെ താരപദവി കരസ്ഥമാക്കിയ ദിലീപ് ഇനി അങ്ങോട്ട് ആക്ഷന് പ്രാധാന്യമുള്ള മാൻലി റോളുകൾ ചെയ്ത് മോഹൻലാലിനെ പോലെ സൂപ്പർ പദവിയിൽ എത്തണമെന്നതായിരുന്നു അനുജൻ അനൂപിന്റെ തീരുമാനം. കോമഡി ഇമേജിൽ നിന്നും ദിലീപിനെ ആക്ഷൻ ഹീറോ ആക്കി മാറ്റുന്ന അനൂപിന്റെ ശ്രമം ദിലീപിനെ തന്നെ പാരയായി ഭവിച്ചു. ചേട്ടൻ താരമായി വളർന്നപ്പോൾ അതിന്റെ മറപറ്റി ഒരു സംവിധായകനായി തീരുക എന്നതായിരുന്നു അനൂപിന്റെ ജീവിതാഭിലാഷം. ഡേറ്റിന് വേണ്ടി ജ്യേഷ്ഠനെ സമീപിച്ചപ്പോൾ ആദ്യം ചെറിയൊരു ചിത്രം സംവിധാനം ചെയ്ത് പ്രൂവ് ചെയ്യാനായിരുന്നു ദിലീപിന്റെ നിർദ്ദേശം. അതിൽ പ്രകാരം തന്റെ സുഹൃത്തുക്കളെ തന്നെ നിർമ്മാണ പങ്കാളികളാക്കി അനൂപ് പത്മനാഭപിള്ള എന്ന സംവിധായക നാമത്തിൽ തട്ടാശ്ശേരി കൂട്ടം എന്ന ചിത്രം അനുജൻ സംവിധാനം നിർവഹിച്ചു. നായകനായി ഷെയ്ൻ നിഗത്തെ സമീപിച്ചെങ്കിലും താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചതുകൊണ്ട് പകരം അർജുൻ അശോകനെ നായകനാക്കിയാണ് പ്രസ്തുത പടം പൂർത്തിയാക്കിയത്. ദിലീപ് ഗസ്റ്റ് വേഷം ചെയ്തിട്ടും തട്ടാശ്ശേരി കൂട്ടം തിയേറ്ററിൽ വൻ പരാജയമായി. നടി ആക്രമിക്കപ്പെട്ട വിഷയം കൂടി ആയപ്പോൾ സിനിമയിലെ പോലെ തന്നെ ജീവിതത്തിലും ദിലീപ് പരാജയപ്പെടാൻ തുടങ്ങി. ജയിലിൽ നിന്ന് തിരിച്ചെത്തിയ ദിലീപിന് ആശ്വാസമായത് 2017 റിലീസായ രാംലീല എന്ന ചിത്രം മാത്രമായിരുന്നു. പക്ഷേ അതിനുശേഷം പുറത്തിറങ്ങിയ കമാരസംഭവം, ജോർജേട്ടൻ സ്ഫൂരം, മൈ സാന്റ, ജാക്ക് ആൻഡ് ഡാനിയൽ, കൂടാതെ ബാന്ദ്ര, തങ്കമണി, പവി കെയർടേക്കർ എന്നിങ്ങനെ ഒരു കൂട്ടം ചിത്രങ്ങൾ നിരനിരയായി തകർന്നടിഞ്ഞു. ശിഷ്യനെ പോലെ തന്നെ ഗുരുവായ ജയറാം പരാജയത്തിന്റെ പ്രഹരമേറ്റ് കിടക്കുമ്പോഴാണ് മിഥുൻ മാനുവൽ എഴുതിയ എബ്രഹാം ഓസ്ലർ എന്ന ത്രില്ലർ ചിത്രത്തിലൂടെ ഒന്ന് ഉയർത്തെഴുന്നേറ്റത്. പണ്ട് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഇതേ കഷ്ടകാലം ഉണ്ടായിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. തുടർച്ചയായുള്ള പരാജയങ്ങളിലൂടെ താരമൂല്യം നഷ്ടപ്പെട്ട് വാമനപുരം ബസ് റൂട്ട് പോലുള്ള ചിത്രങ്ങൾ ചെയ്ത് തരിപ്പണമായി നിൽക്കുന്ന കാലം.
ആ സമയത്താണ് VM വിനു സംവിധാനം ചെയ്യുന്ന ബാലേട്ടൻ എന്ന ചിത്രം ഒരു കച്ചിത്തുരുമ്പായി മോഹൻലാലിന് ലഭിക്കുന്നത്. അതുപോലെ മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളെല്ലാം 8 നിലയിൽ പൊട്ടി തൽക്കാലം സിനിമ അഭിനയം ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ച് ദുബായിൽ പോയി സെറ്റിൽ ആവാൻ നിൽക്കുന്ന സമയത്താണ് ന്യൂഡൽഹി എന്ന ചിത്രം മമ്മൂട്ടിക്ക് ഒരു കരിയർ ഗ്രാഫ് ചേഞ്ചറായി വന്നത്. അതുപോലെ ഈ ഗുരുവും ശിഷ്യനും ദൈവം കരുതി വെച്ച ഒരു വിജയത്തിലൂടെ താഴോട്ട് പോയ ഗ്രാഫ് തിരിച്ചു പിടിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സിനിമാ ലോകം. പ്രൊഡക്ഷൻ ബോയ് വന്ന് വാതിലിൽ തട്ടിയിട്ടും തുറക്കാത്തതിനെ തുടർന്ന് പ്രസ്തുത ചിത്രത്തിലെ നായക നടനായ മമ്മൂട്ടിയാണ് അകത്തു നിന്നും ലോക്ക് ചെയ്ത ഡോർ ചവിട്ടി തുറന്ന് കുഴഞ്ഞു വീണ് കിടക്കുന്ന നടിയെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. നിർമ്മൽ ക്രിയേഷൻസ് എന്ന ബാനറിൽ സിനിമാ നിർമ്മാണവും ഇതിനിടയിൽ ഉണ്ണിമേരി ആരംഭിച്ചു. മാതകറാണി ദീപയുടെ രാഷ്ട്രീയ പ്രവേശനം വെണ്ണയ്ക്ക അക്ഷരത്തിൽ മാധ്യമങ്ങൾ വാർത്തയാക്കി. കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി ആർ സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.rstudio.nexus.com സന്ദർശിക്കുക.